വളരെ അനുഗ്രഹീതമായ ഈ സുവിശേഷ യോഗത്തിൻ്റെ ആദ്യ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം നിങ്ങളെ അഭിസംബോധന ചെയ്യാം. ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഈ ചർച്ചിന് ശക്തമായ ആത്മീയ നേതൃത്വം നൽകുന്ന ക്രിസ്തുവിലേറെ ആദരണീയനായ ഞങ്ങൾ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ബെൻസ് മാടൻ അവർക്ക്, അദ്ദേഹത്തോടൊപ്പം കർത്തൃശുശ്രൂഷയിൽ വ്യാപകരായിരിക്കുന്ന ബഹുമാനരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ഈ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഭവനവാസികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മഴയുടെ അല്പമല്ലാത്തൊരു പ്രയാസം നമുക്ക് നേരിട്ടതുകൊണ്ട് നമ്മുടെ സുവിശേഷ യോഗത്തിന് തടസ്സമൊന്നുമില്ല. ആമേൻ. സ്വർഗം എല്ലാം നന്നായി ചെയ്യുന്നത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ നമ്മളൊരു യോഗം സംഘടിപ്പിച്ചപ്പോഴേ ഒരു മഴ പെയ്തത് ഒരു അനുഗ്രഹമാണ്. മഴയില്ലാതെ വളരെ ഭാരപ്പെട്ടിരുന്നപ്പോൾ സ്തോത്രം മഴ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഒരു തടസ്സമല്ല. ആമേൻ. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാണ്. കർത്താവ് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. സഭയോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. വളരെ ലളിതമായ സുപരിചിതമായ സുവിശേഷത്തിന്റെ ഒരു സന്ദേശം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് നിങ്ങളുമായി പങ്കുവച്ചിരിക്കാൻ കർത്താവ് ക്ഷണിക്കപ്പെടുന്നു. അതിനായി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം അതിനായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കും, ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഒരു സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിക്കാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ പകരണം. ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ള കൃപയും ശക്തിയും പകരണമേ. ഈ രാത്രിയുടെ ദൈവവചന ചിന്തകൾക്കും അതിന്റെ പ്രകാശനങ്ങൾക്കും തടസ്സമായി ദേശത്ത് ഉയർന്നു പോകുന്ന എല്ലാ ഇരുളിന്റെ ആധിപത്യങ്ങളെയും ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ശാസിച്ചെന്ന് രാത്രി ദൈവം എടുക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ശക്തിയോട് അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞാൻ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മഴയുടെ പ്രയാസമുണ്ടെങ്കിലും എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ഞങ്ങളിങ്ങനെ പ്രിയ പാസു ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ അധ്വാനിച്ചാണ് ഒരു ആത്മാവിനെ നേടുന്നത്. ഏറെ അധ്വാനിച്ചൊരു ആത്മാവിനെ നേടുവാനുള്ള നിങ്ങളുടെ വലിയ ആത്മദാഹത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു തിരുവെഴുത്താണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായം 23-ാമത് വാക്യം ഏറെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ അനുഗ്രഹീത ലേഖനങ്ങളിൽ ക്രിസ്തുവിന്റെ ദൈവശാസ്ത്ര സംബന്ധമായ നിരവധി ആഴമേറിയ